നിങ്ങൾക്കറിയാമോ ഈഫൽ ടവർ ഒരു PR സ്റ്റണ്ടായിരുന്നു എന്ന്? ഈഫൽ ടവർ മാത്രമല്ല, ബുർജ് ഖലീഫയും അങ്ങനെ ലോകത്തിലെ പല പ്രസിദ്ധമായ മൊണുമെൻറ്റ്സും ഏതെങ്കിലും ഒരു PR സ്റ്റണ്ടിൻ്റെ ഭാഗമാണ്. ഈഫൽ ടവറിൻ്റെ കഥ തന്നെ നോക്കുകയാണെങ്കിൽ, പാരീസിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ എൻഡിൽ അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും അവിടെ ലോക ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരണമെന്ന ചർച്ച നടക്കുകയും ചെയ്ത കാലത്ത് പാരീസിലൊരു ട്രേഡ് എക്സ്പോ നടത്താൻ തീരുമാനിക്കുന്നു. ഈ ട്രേഡ് എക്സ്പോയുടെ ഭാഗമായിട്ട് വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന ആശയം ചോദിച്ചിട്ട് നടത്തിയ കോമ്പറ്റീഷനിൽ നിന്ന് ഈഫൽ എന്ന മനുഷ്യൻ കൊടുത്തൊരു ഐഡിയ ആയിരുന്നു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം എന്നുള്ള ഐഡിയ. സത്യത്തിൽ ആ എക്സ്പോ കഴിഞ്ഞ് പൊളിച്ചു മാറ്റാൻ വെച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു ഈഫൽ ടവർ. ഈഫൽ ടവറിൻ്റെ വിഭാവനം ചെയ്ത് ആശയം പുറത്തു വന്നു കഴിഞ്ഞ കാലത്ത് ലോകത്തിലെ പ്രസിദ്ധരായിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും അതിനെ അതിഭീകരമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ ആ ട്രേഡ് എക്സ്പോയ്ക്ക് ശേഷം കിട്ടിയ പബ്ലിസിറ്റി, അതിൻ്റെ PR സ്റ്റണ്ട് വലിയ മാറ്റമാണ് പാരീസിനുണ്ടാക്കിയത്. സോ ഈഫൽ ടവർ പോലെ വളരെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായൊരു കെട്ടിടം PR വേണ്ടി മാത്രം ഉണ്ടാക്കാൻ സ്പെൻഡ് ചെയ്യുന്ന മാനസികാവസ്ഥയെ നിങ്ങൾ എന്താ വിളിക്കുക? നിങ്ങൾ എത്രത്തോളം PR വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് അവിടെയാണ്. നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? പരസ്യം കൊടുക്കുക, നിങ്ങളൊരു ലീഡ് കൊടുക്കുക മാത്രമല്ല, അതിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമായി ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ PR ഒരു പ്രസക്തി നിലനിൽക്കുന്നത്. PR എന്ന് പറയുന്നത് ഒരു പ്രസ് റിലീസ് ഉണ്ടാക്കിയിട്ട് അത് പത്രത്തിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമല്ല. അതിനൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആളുകളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ PR എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗാനിക്കായിട്ട് സ്റ്റോറി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ PR എന്ന് പറയുന്നത്. അപ്പോൾ PR വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ബുർജ് ഖലീഫ വലിയ PR ദുബായ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വലിയ PR. ഇപ്പം നിയോണിൻ്റെ നിയോൺ എന്ന കമ്പനി ഉണ്ടാക്കിയ സൗദി അറേബ്യയിലെ വലിയ പ്രൊജക്റ്റുകൾ ആണ് സൗദി അറേബ്യയുടെ ബ്രാൻഡ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ മാറ്റിമറിച്ചത്. അങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രസക്തി എന്ത്, അത് എത്രത്തോളം എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, അത് എത്രത്തോളം ലാൻഡ് മാർക്കായി മാറും എന്നതിൻ്റെ അപ്പുറത്ത് അവർ ടാർഗറ്റ് ചെയ്തിരുന്നൊരു PR അതിൽ വിജയിച്ചിട്ടുണ്ട്. ഗ്ലോബലായിട്ടുള്ളൊരു PR അതിൽ വിജയിക്കുന്നുണ്ട്. ഇത്തരം PRകളെ എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഈഫൽ ടവർ പോലും ഒരർത്ഥത്തിലൊരു PR മാത്രമാണ് എന്ന് മറക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിങ്ങിലേക്ക് PR എങ്ങനെ കൊണ്ടുവരുമെന്ന് എല്ലാ ദിവസവും ചിന്തിക്കും. അത് മറന്നു പോകരുത്.